വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th പ്രിലിംസിന് വേണ്ടിയിട്ട് വൈറ്റ് റവല്യൂഷൻ അഥവാ ധവള വിപ്ലവം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയില് പാൽ ഉൽപാദനത്തിൽ ഉണ്ടായ ആത്യന്തിക വർധനവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ധവള വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഈ ധവള വിപ്ലവവുമായി ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, സ്വിറ്റ്സർലൻഡ് ആണ് പറയാ. ഇന്ത്യയില് 700-ൽ അധികം പട്ടണങ്ങളിൽ നിന്നുള്ള കൺസ്യൂമേഴ്സിനെ രാജ്യത്തെ പാൽ ഉൽപാദകരും വിൽപ്പനക്കാരുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. ആ പ്രോജക്റ്റ് നൽകിയ പേരാണ് എന്ത്? ധവള വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. വളരെ പ്രധാനമാണ്. വർഗീസ് കുര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്. കുര്യന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഐ ടു ഹാഡ് എ ഡ്രീം, ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് ആൻ അൺഫിനിഷ്ഡ് ഡ്രീം. രണ്ട് ബുക്കുകളും അദ്ദേഹത്തിന്റെയാണ്. ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് ആൻ അൺഫിനിഷ്ഡ് ഡ്രീം. രണ്ടും വർഗീസ് കുര്യന്റെ പുസ്തകങ്ങളാണ്. പത്മ അവാർഡുകൾ മൂന്നും, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇത് മൂന്നും നേടിയ വ്യക്തി കൂടിയാണ് വർഗീസ് കുര്യൻ. 1999 പത്മവിഭൂഷണും 1966 പത്മഭൂഷണും 1965 പത്മശ്രീയും അദ്ദേഹത്തെ തേടിയെത്തി. ഇനി മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ വർഗീസ് കുര്യന്റെ പേരാ പറയാം. 1963 അദ്ദേഹം മാഗ്സസെ അവാർഡ് നേടുന്നത്. ഇനി വീണ്ടും നമുക്ക് വൈറ്റ് റവല്യൂഷനിലേക്ക് വരാം. വർഗീസ് കുര്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 1970 ജാനുവരി 13 ആരംഭിച്ച വൈറ്റ് റവല്യൂഷൻ അഥവാ ഓപ്പറേഷൻ ഫ്ലഡ് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ക്ഷീര വികസന പരിപാടിയാണ്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ക്ഷീര വികസന പരിപാടിയും ഇന്ത്യയുടെയും NDDB-യുടെയും ഒരു പ്രോജക്റ്റാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു പ്രോജക്റ്റും കൂടിയാണ്. ഈ പ്രോജക്റ്റ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി ആരെ വളർത്തിയത്? ഇന്ത്യയെ വളർത്തിയത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഇന്ത്യയില് എന്താ പറയുന്നത് ഇത്രയും ഉയർന്ന ലെവലിലേക്ക് എത്തിയത്. 1970 തുടങ്ങി എന്ന് പറഞ്ഞു. 70 ജാനുവരി 13, 70 80 കാലഘട്ടം, 81 85 കാലഘട്ടം, 85 90 കാലഘട്ടം, അങ്ങനെ 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ഇത്രയും ഉയർന്ന ലെവലില് ധവള വിപ്ലവം ഇന്ത്യയില് വന്നത്. ഇനി ഇന്ത്യയില് ഒരു ക്ഷീര ഉൽപാദക സഹകരണ സംഘമുണ്ട്, അല്ലെങ്കിൽ പ്രസ്ഥാനം ഉണ്ട്. അതിന്റെ പേര് അമൂൽ എന്നാണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഗുജറാത്തിലെ ആനന്ദിൽ 1946 ആരംഭിച്ച അമൂൽ എന്ന സ്ഥാപനം ആരംഭിക്കാൻ മുൻകൈ എടുത്ത വ്യക്തിയും ഡോക്ടർ വർഗീസ് കുര്യൻ തന്നെയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB അത് നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗുജറാത്തിൽ തന്നെയാണ്. ഈ ലോക ക്ഷീരദിനം എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂൺ 1 നമ്മൾ പറയാ. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. അപ്പൊ നമ്മളിപ്പോ അമൂലിന്റെ ആസ്ഥാനം, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം ഒക്കെ ഗുജറാത്ത് ആണെന്നുള്ളത് കൊണ്ട് നീ പാൽത്തൊട്ടി ഗുജറാത്ത് ആണ് എന്ന് സംശയിക്കരുത്. പാൽത്തൊട്ടി ചോദിക്കുമ്പോൾ നമ്മൾ ഹരിയാന പറയും. ഇനി ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് NDDB അതായത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ക്ഷീര സഹകരണ സംഘം ആരംഭിക്കുകയുണ്ടായി. ആ ക്ഷീര സഹകരണ സംഘത്തിന്റെ പേരാണ് മിൽമ ട്ടോ. എന്താ മിൽമയുടെ പൂർണ്ണരൂപം? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതാണ് മിൽമ. തിരുവനന്തപുരം ജില്ലയിൽ 1980 എന്താരംഭിക്കണേ? മിൽമ ആരംഭിക്കണേ. ആദ്യകാലത്ത് മിൽമയുടെ ആപ്തവാക്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേരളം കണി കണ്ടുണരുന്ന നന്മ, അതാണ് മിൽമ. കേട്ടിട്ടില്ലേ? ഇപ്പോ നിലവിൽ നമുക്ക് വളരാം എന്നാണ്. ഈ ആപ്തവാക്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. സത്യം ശിവം സുന്ദരം, ദൂരദർശൻ, അങ്ങനെ കുറെ അധികം, ലൈഫ് ഈസ് ഗുഡ്, LG, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ നാടിനൊപ്പം നേരിനൊപ്പം അല്ലെ, ദേശാഭിമാനി, അങ്ങനെയൊക്കെ നമ്മളോട് കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മായിരുന്നു ആദ്യം, പിന്നീട് നമുക്ക് വളരാം എന്നുള്ളത് മാറ്റി. ലോകത്ത് ഏറ്റവും അധികം പാൽ ഉൽപാദനത്തില് ലോകത്തുള്ള മറ്റു രാജ്യങ്ങളുമായി കിടപിടിക്കുന്ന രാജ്യവുമായി ഇന്ത്യയെ വളർത്താനുള്ള കാരണം തന്നെ ഈ
ധവള വിപ്ലവം എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ്. ഇനി ഈ കന്നുകാലികളുമായി ബന്ധപ്പെട്ട് കന്നുകാലികളുടെ വംശവർദ്ധനവ് ഉണ്ടായാലാണ് ധവള വിപ്ലവം ഭംഗിയാവുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുകയാണ് നമ്മൾ ഇൻഡോസ്വിസ് പ്രോജക്റ്റ് എന്നാണ് പറയാ. അപ്പൊ ആരുമായിട്ട് സഹകരിച്ചിട്ടാണെന്ന് നമുക്ക് കേരളത്തിലെ കന്നുകാലി ഗവേഷണ പദ്ധതി ആരുമായി സഹകരിച്ചിട്ടുള്ളതാണ്? സ്വിറ്റ്സർലൻഡുമായി സഹകരിച്ചിട്ടാണ്. എവിടെയാണത്? മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ പാല് തരുന്ന പശുവിന്റെ ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ എന്നാണ് പറയാ കേട്ടോ. ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ എന്ന് പറയുന്ന പശുവാണ് ഏറ്റവും കൂടുതൽ പാല് തരുന്ന പശു എന്ന് പറയാം. ഇനി നമ്മള് കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ കൃത്രിമ ബീജം കർഷകന്റെ വീട്ടുമുറ്റത്ത് എത്തിക്കാൻ വേണ്ടി ഒരു പരിപാടി, ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഗോ സംവർദ്ധിനി എന്നാണ് അതിന്റെ പേര്. എന്താണ് ഗോ സംവർദ്ധിനി എന്ന് പറഞ്ഞാൽ? കൃത്രിമ ബീജം കർഷകന്റെ വീട്ടുമുറ്റത്ത് എത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗോ സംവർദ്ധിനി. ഇനി അടുത്തത്, പശുക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ എന്താ പറയാ, സംരക്ഷിക്കാനായിട്ടുള്ള പല രീതിയിലുള്ള പരിപാടികളും ഉണ്ട്. അതിൽ പശുക്കൾക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. അപ്പൊ കുളമ്പ് രോഗത്തിന് വേണ്ടി ചികിത്സ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ആ കുളമ്പ് രോഗ നിവാരണ പദ്ധതിയുടെ പേര് ഗോരക്ഷ എന്നാണ്. അത്തരം അസുഖം വരാതിരിക്കാനും വന്ന പശുക്കളുടെ മാറ്റി കൊടുക്കാനും, വന്നു കഴിഞ്ഞാൽ മാറ്റാൻ ഭയങ്കര പാടാണ് ഈ വൈറസ് രോഗം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, മരുന്നൊക്കെ മുന്നേ കൂട്ടി കൊടുക്കുന്ന പരിപാടിയുടെ പേരാണ് ഗോരക്ഷ കേട്ടോ. രോഗമുള്ള പശുക്കളുടെ പാൽ കുടിക്കുന്നതിലൂടെ മനുഷ്യർക്കും അസുഖം ഉണ്ടാവുകയാണ്. ആ അസുഖത്തിന്റെ പേര് മാൾട്ട പനി എന്നാണ്. അപ്പം കുളമ്പ് രോഗമുള്ള പശുക്കളുടെ പാല് കുടിച്ചുണ്ടാകുന്ന രോഗമാണ് മാൾട്ടാപ്പനി. ഇനി ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പേപ്പറിലൊക്കെ വേറൊരു പശുവിനെ കാണാണ്ടായി, പക്ഷെ PSC അതറിയാനൊക്കെ കുറച്ച് നാൾ പിടിക്കുക. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പശു ചെറിയ പശു ഇനം കോട്ടയം ജില്ലയിലെ വെച്ചൂർ പശു ആണെന്ന് പഠിക്കുക. സങ്കരയിന പശുക്കൾക്ക് ഉദാഹരണമാണ് സുനന്ദിനി, ഗീർ, സഹിവാള് തുടങ്ങിയവ. അതുപോലെ ഈ പാലുണ്ടല്ലോ, പാല് കേട് വരുമ്പോഴാണ് പല അസുഖങ്ങളും ഉണ്ടാവണേ. കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗമാണ് പാസ്ചറൈസേഷൻ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കും. ഈ പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്ചർ ആണ്. അതുപോലെ തന്നെ പാലിന് എത്രമാത്രം ഗുണനിലവാരം ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടി നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിന്റെ പേര് ലാക്ടോമീറ്റർ എന്നാണ്. പാലിന്റെ pH 6.5 മുതൽ 6.7 വരെയാണ്. നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും ഔഷധ ഗുണമുള്ളത് ഏത് പാലിനാണ്? ആട്ടിൻ പാലിനാണ്. ഇന്ത്യയിലെ ആടുകളിൽ തന്നെ ഏറ്റവും വലിയ ഇനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമുന പ്യാരി എന്ന് പറയാണ്. അതുപോലെ തന്നെ രോമത്തിനായിട്ട് നമ്മൾ വളർത്തുന്ന ആട് ഏതാന്ന് ചോദിച്ചാൽ അങ്കോറ എന്നാണ് പറയാ. ഏതാണ്? അങ്കോറ. അപ്പൊ ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ് നമ്മളിവിടെ 10th പ്രിലിംസിന്റെ ക്ലാസ്സിൽ. പക്ഷെ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവട്ടെ. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ്, ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.